iPlusന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ഫുറിയർ സീരീസ് എന്ന് പറയുന്ന കാര്യം കുറേ ട്രിക്കുകൾ ഉപയോഗിച്ചും ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലുണ്ടല്ലോ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് പോകാം. ഫുറിയർ ട്രാൻസ്ഫോം ആണെന്ന് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫുറിയർ ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത്? പലപ്പോഴും ഫുറിയർ സീരീസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ലെങ്തി ആയിട്ട് പോകാറുണ്ട് അല്ലേ? പ്രോബ്ലമുകൾ ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുറുക്ക് വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഫുറിയർ ട്രാൻസ്ഫോമും ഈ പറയുന്ന സീരീസുകളെ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുറിയർ ട്രാൻസ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഡയഗ്രം ഒക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഈ ഫുറിയർ ട്രാൻസ്ഫോം. കാരണം എന്താണെന്ന് അറിയോ, ഈ ഫുറിയർ സീരീസ് പഠിക്കുന്ന പോലെ തന്നെ പലപ്പോഴും ഫുറിയർ സീരീസ് പഠിച്ച ശേഷമാണ് നമ്മൾ ഈ ഫുറിയർ ട്രാൻസ്ഫോമിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഫുറിയർ സീരീസ് പഠിച്ച് മടുത്തിട്ടായിരിക്കും പല ആളുകളും ഫുറിയർ ട്രാൻസ്ഫോമിലേക്ക് വരുന്നത് അല്ലേ? കാരണം ലെങ്തി പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ടോട്ടലി ഫുറിയർ ട്രാൻസ്ഫോം ഇതുപോലെ തന്നെയാണെന്ന് നിങ്ങൾ പലരും കരുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫുറിയർ സീരീസ് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുറിയർ ട്രാൻസ്ഫോമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫുറിയർ ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡയഗ്രം ഒക്കെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നും. കാര്യം ഇങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു പ്രോബ്ലം, ആ പ്രോബ്ലം നമ്മുടെ ഒരു ഡൊമൈനിലാണ് ആ പ്രോബ്ലം നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: പ്രോബ്ലം ഇൻ വൺ ഡൊമൈൻ. പ്രോബ്ലം ഇൻ വൺ ഡൊമൈൻ. പ്രോബ്ലം ഇൻ വൺ ഡൊമൈൻ. നമ്മുടെ കയ്യിലൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഈ പ്രോബ്ലത്തിനെ നമ്മൾ ഫുറിയർ സീരീസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം നമുക്കിവിടെ ഒരു റിസൾട്ട് കിട്ടും, സൊല്യൂഷൻ. ഓക്കെ, ഇത് സോൾവിങ്. എന്താ? ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട്. അപ്പോഴാണ് നമുക്കൊരു ചിന്ത തോന്നുന്നത്, ഇതിനെ നമുക്ക് മറ്റൊരു ഡൊമൈനിലേക്ക് മാറ്റാം. അതായത് പ്രോബ്ലം ഇൻ അനദർ ഡൊമൈൻ. പ്രോബ്ലം ഇൻ അനദർ ഡൊമൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യും. സോൾവ്, ഇത് ഈസിയാണ്, ഈസി. അപ്പൊ നമുക്ക് സൊല്യൂഷൻ ഇൻ അനദർ ഡൊമൈൻ. ഓക്കെ, ദെൻ ഇൻവേഴ്സ് ട്രാൻസ്ഫോം. പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒത്തിരി കാൽക്കുലേഷൻസും ഇൻ്റഗ്രേഷൻസും ഡെറിവേഷൻസ് എടുക്കുന്നതെങ്കിൽ വിചാരിക്കുക. അതാണ് ഈ കാണുന്നത്. പ്രോബ്ലം ഇൻ വൺ ഡൊമൈൻ. സോൾവ് ചെയ്യാം, നമുക്ക് സൊല്യൂഷൻ കിട്ടും. പക്ഷെ എന്താ കുഴപ്പം? വളരെ ഡിഫിക്കൽട്ടാണ് ആ ടാസ്ക്. കാരണം ഒത്തിരി ഇൻ്റഗ്രേഷനൊക്കെ വരുന്നുണ്ട്. ഈ ഫുറിയർ സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റിലേക്ക്, മറ്റൊരു ഏരിയയിലേക്ക് ഇവൻ നമുക്ക് അപ്പ് ചെയ്യണം, അതായത് ട്രാൻസ്ഫോം ചെയ്യണം. പക്ഷേ ഇവൻ്റെ പ്രോപ്പർട്ടിയോ കാര്യങ്ങളൊന്നും മാറാൻ പാടില്ല. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ആ ഫംഗ്ഷനെ മറ്റൊരു ഡൊമൈനിലേക്ക് മാറ്റി വെക്കുന്നത്. ട്രാൻസ്ഫോം ചെയ്തു, പ്രോബ്ലം ഇൻ അനദർ ഡൊമൈൻ. ഇവിടെ ഇരുന്ന പ്രോബ്ലത്തെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു മറ്റൊരു ഡൊമൈനിലേക്ക്. ഓക്കെ, അപ്പം മറ്റൊരു ഡൊമൈനിലിരിക്കുന്ന ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പം നമ്മളെന്താ സോൾവ് ചെയ്യുന്നു, വളരെ ഈസി. പക്ഷെ കിട്ടുന്ന ഉത്തരം എന്താ? ട്രാൻസ്ഫോം ചെയ്ത ഡൊമൈനിലാണ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത് സൊല്യൂഷൻ ഇൻ അനദർ ഡൊമൈൻ. കണ്ടോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുമല്ലോ. അപ്പോൾ എന്താണ്? ഇൻവേഴ്സ് ട്രാൻസ്ഫോം ചെയ്യണം. കണ്ടോ? അപ്പോൾ ഒരു ഡൊമൈനിലുള്ള പ്രോബ്ലത്തെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടും. പക്ഷേ ആ ചെയ്യുന്ന പ്രോസസ്സ് ഒരുപാട് ലെങ്തി ആവുകയും ഡിഫിക്കൽട്ട് ആവുകയും ചെയ്യുന്നു. നമ്മളപ്പോൾ എന്ത് ചെയ്യും? ഈ സാധനത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു മറ്റൊരു ഡൊമൈനിലേക്ക്. എന്നിട്ട് ആ ഡൊമൈനിലിരിക്കുന്ന ആളുകളെ നമ്മൾ സോൾവ് ചെയ്ത് ഒരു റിസൾട്ട് എത്തിക്കുന്നു. സോൾവ് ചെയ്ത് റിസൾട്ട് എത്തിക്കുന്നു. പക്ഷെ ആ റിസൾട്ട് ഇരിക്കുന്ന അനദർ ഡൊമൈനിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഡൊമൈനിൽ നിന്നും യഥാർത്ഥ ഡൊമൈനിലേക്ക് മാറ്റാൻ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫുറിയർ ട്രാൻസ്ഫോമും സെക്കൻഡ്
താഴത്തേക്ക് ഇട്ടിരിക്കുന്ന ആരോ മാർക്ക് ഇൻവേഴ്സ് ഫുറിയർ ട്രാൻസ്ഫോം ആണ്. ഓക്കെ, ഇനി കുറച്ചുകൂടെ നമുക്ക് നിത്യജീവിതത്തിൽ പരിചയമുള്ള ഒരു കാര്യമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്, ഒരു മോട്ടർ, ഈ വെള്ളത്തിന്റെ അടിയിലൊക്കെ കിടക്കുന്ന മോട്ടറുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന മോട്ടർ അല്ലേ, കിണറിന്റെ വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് വർക്ക് ചെയ്യുന്ന മോട്ടറുണ്ട്, കിണറ്റിന്റെ അടിയിൽ നിന്നൊക്കെ വെള്ളം മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ കിണറുകളിലൊക്കെ. അപ്പോൾ ഈ മെഷീൻ മോട്ടർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിന്റെ അടിയിൽ വെച്ച് നമ്മളത് റിപ്പയർ ചെയ്യാൻ നിൽക്കുമോ? ഒരിക്കലും നമുക്ക് പറ്റില്ല. ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ ഭയങ്കര പാടാണ്, വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്ന് ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വെള്ളത്തിൽ കിടക്കുന്ന മോട്ടറിനെ അവിടെ നിന്നും പൊക്കി നമ്മൾ കരയിൽ കൊണ്ടുവെക്കും. അപ്പോൾ വെള്ളം എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ്, ഫസ്റ്റ് ഡൊമൈൻ, വർക്ക് ചെയ്യേണ്ടത് ആ ഡൊമൈനിൽ നിന്നാണ്. അപ്പോൾ ആ സാധനത്തിനെ അവിടെ പൊക്കി മറ്റൊരു ഡൊമൈനിൽ കൊണ്ടുവച്ചു. അപ്പോൾ കിണറ്റിൽ നിന്ന് പൊക്കി ട്രാൻസ്ഫോം ചെയ്ത ആ സാധനം കരയിൽ കൊണ്ടുവച്ചു അല്ലേ, കരയിൽ കൊണ്ടുവച്ചു. അപ്പോൾ പൊക്കി കരയിൽ കൊണ്ട് വെക്കുക എന്നത് ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫുറിയർ സീരീസ് ഇവിടെ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനെ പൊക്കി മറ്റൊരു ഭാഗത്ത് കൊണ്ട് വെച്ചു, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗത്ത് മോട്ടോർ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ കരയിൽ വെച്ച് നമ്മൾ റിപ്പയർ ചെയ്യും. അപ്പോൾ റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിപ്പയർ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് കിട്ടും മോട്ടർ. പക്ഷെ കരയിൽ വെച്ച് ഈ മോട്ടർ വർക്ക് ചെയ്യിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല, ശരിയല്ലേ? അപ്പോൾ കരയിൽ മോട്ടർ കറക്റ്റായിട്ട് നമുക്ക് കൃത്യമായിട്ട്, അതായത് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി കറക്റ്റാക്കി, അതാണ് സൊല്യൂഷൻ ഇൻ അനദർ ഡൊമൈൻ. അനദർ ഡൊമൈനിൽ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുകയാണ്, കരയിൽ ശരിയാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. എങ്ങനെയാണോ കരയിലേക്ക് മോട്ടർ പൊക്കിക്കൊണ്ട് വെച്ചത് അതുപോലെ തന്നെ ഈ സാധനത്തിന് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇൻവേഴ്സ് പ്രോസസ് ചെയ്യണം. എങ്ങനെയാണോ പൊക്കിയത് അതുപോലെ തന്നെ തിരിച്ച് നേരെ വെള്ളത്തിൽ കൊണ്ട് വെക്കണം. അപ്പൊ വെള്ളത്തിൽ കൊണ്ട് വെക്കുമ്പോഴും ആ മോട്ടർ വർക്കിംഗ് കണ്ടീഷൻ ആണോ? ആണ്. കാരണം നമ്മൾ മറ്റേ കരയിൽ കൊണ്ട് വെച്ച് റിപ്പയർ ചെയ്തിട്ടാണ് വെള്ളത്തിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഡയറക്റ്റ് വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ കിടന്ന് റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവിടെ നിന്നും മറ്റൊരു ഡൊമൈനായ കരയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. കരയിൽ വെച്ചത് ഈസി ആയിട്ട് റിപ്പയർ ചെയ്ത് ആ ഡൊമൈനിൽ തന്നെ വെക്കുന്നു. ശേഷം അവിടെ നിന്ന് ഇൻവേഴ്സ് ചെയ്തു വീണ്ടും കിണറ്റിലേക്ക് ഇറക്കി യഥാർത്ഥ ഡൊമൈനിൽ കൊണ്ടുവയ്ക്കുന്നു. കണ്ടോ, ഇതാണ് ഈ പറയുന്ന ഫുറിയർ സീരീസിന്റെ കാര്യവും. ഫുറിയർ സീരീസ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ വെരി ഡിഫിക്കൽട്ട്. പക്ഷേ അതിന് നമ്മൾ ഫുറിയർ ട്രാൻസ്ഫോം ചെയ്ത് മറ്റൊരു ഡൊമൈനിൽ എത്തിക്കുകയും ആ ഡൊമൈൻ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്ത ശേഷം അതിന് ഇൻവേഴ്സ് എടുത്ത് യഥാർത്ഥ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ഫുറിയർ ട്രാൻസ്ഫോം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണ്? പലപ്പോഴും നമ്മൾ മാത്തമാറ്റിക്സ് ചെയ്തു പോകും ഫുറിയർ സീരീസ് അല്ലെങ്കിൽ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയും. ഇത് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഫിസിക്സുകാർ എപ്പോഴും പഠിക്കേണ്ടത് അങ്ങനെയാണ്. നമുക്ക് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഏത് സാഹചര്യങ്ങളിലാണ് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പഠിക്കുന്നതിനൊക്കെ ഒരു ഭംഗിയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഫുറിയർ സീരീസിൻ്റെ, അപ്പം നിങ്ങൾ ഫിസിക്കലായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ കൺസെപ്റ്റിലേക്ക്, മറ്റുള്ള എങ്ങനെയാണ് ഒരു ഫുറിയർ ട്രാൻസ്ഫോം ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കണ്ടോ, ഫുറിയർ ട്രാൻസ്ഫോം ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫോം എ ഫംഗ്ഷൻ ഇൻ വൺ ഡൊമൈൻ ഇൻ ടു അനദർ ഡൊമൈൻ. ഒരു ഡൊമൈനിലുള്ള ഫംഗ്ഷനെ മറ്റൊരു ഡൊമൈനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഉണ്ട്. ആ ഡൊമൈൻ എഫ് ഓഫ് കെ എന്ന് പറയുന്ന ഡൊമൈനിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു +∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു e⁻ dx. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ നോട്ടുകളിൽ കാണുന്ന എല്ലാ ബോക്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ബോക്സുകൾ ഇടുന്നത്. ഷുവറായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ബൈ ഹാർട്ട് തന്നെ അങ്ങ് പഠിച്ചേക്കണം, ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഫുറിയർ ട്രാൻസ്ഫോം ഓഫ്, ഇതിൻ്റെ മീനിങ് എന്താ? ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന അർത്ഥം എന്താണ്? ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു +∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു e⁻ dx. എക്സിലുണ്ടായിരുന്ന ആളെ കെ എന്ന ഡൊമൈനിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഈ കാണുന്നത്. കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കെ ഉള്ള റിസൾട്ട് ആയിരിക്കും. ക്ലിയർ ആണേ? ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കുകയെ സാർ ഇത്രയും നേരം പറഞ്ഞിരുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാന്നാണല്ലോ, ഇത് വലിയ ഇക്വേഷനൊക്കെ ആണല്ലോ എന്ന്. നിങ്ങൾ നോക്കിക്കോണം, ഈ ഫംഗ്ഷനൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒന്നോ രണ്ടോ സ്റ്റെപ്പുകൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് എത്താൻ പറ്റും. ഇതിനെല്ലാം കോമൺ ആയിട്ട് കുറേ റിസൾട്ടുകളുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതിയാവും. ശരി, അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്ന ഡൊമൈനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒമേഗ എന്ന് പറയുന്ന മറ്റൊരു ഡൊമൈനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി വായിക്കണം. എങ്ങനെയാണ്? ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു +∞ എഫ് ഓഫ് ടി ഇൻറ്റു e⁻t dt. ക്ലിയർ ആണേ? Then f of x tend to f of s. x എന്ന് പറയുന്ന ഡൊമൈനിൽ ഇരിക്കുന്ന ഫംഗ്ഷനെ എസ് എന്ന് പറയുന്ന ഡൊമൈൻ എക്സിനെ എസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലും ഇക്വേഷൻ ഉണ്ട്.
ഫുറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇന്റഗ്രൽ -∞ പ്ലസ് ∞ എഫ് ഓഫ് എക്സിന്റെ ഇ റേഷ്യോ ISX dx എല്ലാം കോമൺ ആണ്. ഏതാണോ ഡൊമൈനിലേക്ക് മാറ്റുന്നത് അവിടെ മാത്രമാണ് ഈ പറയുന്ന വ്യത്യാസംസ് വരുന്നത്. കണ്ടോ, ടി ആണെങ്കിൽ ഒമേഗയാണ് വരുന്നത്, ഇവിടെ എസ് ആണെങ്കിൽ ഇവിടെ എസ് വരുന്നു. കണ്ടോ, ഇതാണ് വ്യത്യാസം. ഓക്കെ, ദെൻ ഫുറിയർ സൈൻ ട്രാൻസ്ഫോം. എന്താണ് ഈ ഫുറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം. ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π ഇൻറ്റു 0 to ∞ എഫ് ഓഫ് എസ് ഇൻറ്റു സൈൻ SX dx. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ. അപ്പോൾ ഇപ്പോഴും സംശയമുണ്ട് ഇത് എന്താ ചെയ്യുന്നതെന്ന്. നമുക്ക് തരികയാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് x² എന്ന് തരികയാണ്. കണ്ടോ, അവിടെ നമ്മളോട് പറയാണ് ഫൈൻഡ് ഫുറിയർ സൈൻ ട്രാൻസ്ഫോം. ഫുറിയർ സൈൻ ട്രാൻസ്ഫോം എഴുതാൻ പറയാം. ഇക്വേഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ എന്ത് കൊടുക്കാം? x² എന്ന് കൊടുക്കാം, സൈൻ SX dx. കണ്ടോ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² സൈനിനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ സൈനിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണേ? കണ്ടോ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പ്രോബ്ലം സെക്ഷൻ വരുമ്പോൾ നോക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഫുറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. വ്യത്യാസമൊന്നുമില്ല, പഴയ ഇക്വേഷൻ തന്നെ. ഇവിടെ cos SX എന്ന് വരുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ചൂസ് ചെയ്യുന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ കാര്യം. അപ്പോൾ സൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ സൈനുള്ള ഇക്വേഷൻ എഴുതുക, കോസ് ട്രാൻസ്ഫോം ആണെങ്കിൽ കോസ് ഉള്ള ഇക്വേഷൻ നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, ഇതാ പ്രോബ്ലംസ് ഒരുപാട് ലെങ്തി ആയിട്ട് ചെയ്യേണ്ടി വരില്ല ഈ പറയുന്ന ഫുറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് d⁻n/dx⁻n എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -IS ഹോൾ റേസ് ടു n ഇൻറ്റു എഫ് ഓഫ് എസ്. കണ്ടോ, ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പറഞ്ഞുതരാം, നോക്കിക്കോണേ, ശ്രദ്ധിക്കണം. ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെൽറ്റ ഫംഗ്ഷന്റെ ഫുറിയർ ട്രാൻസ്ഫോം എത്രയാണെന്ന് ചോദിച്ചാൽ 1 ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമുക്ക് പ്രോബ്ലം സെക്ഷനിൽ ഞാൻ പറയാം. തൽക്കാലം ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി പറയാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയിരിക്കുകയാണ്. ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഡെൽറ്റ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണ്, ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എക്സ്, ഫൈൻഡ് ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ചോദ്യം എന്താ? നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് ഡെൽറ്റ ഓഫ് എക്സ് ആണ്. പക്ഷേ എന്തിന്റെ ഫുറിയർ ട്രാൻസ്ഫോമാണ് കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് എക്സിന്റെ ആണോ? അല്ല, ഈ പറയുന്ന എഫ് ഓഫ് എക്സിനെ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിന്റെ ഫുറിയർ ട്രാൻസ്ഫോം എത്രയാണ് എന്നാണ് ചോദ്യം. കാര്യം പിടികിട്ടിയോ? നമുക്കൊരു ഫുറിയർ സീരീസ് തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ, ഫുറിയർ സീരീസ് അല്ല ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷന്റെ ഡയറക്റ്റ് ഫുറിയർ സീരീസ് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഫുറിയർ ട്രാൻസ്ഫോം അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസ്ഫോം എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സംശയമാവും, ഈ ഡെൽറ്റ ഓഫ് എക്സിന്റെ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തിട്ട് പിന്നെ ഫുറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നിൽക്കണമെന്ന് വേണ്ട. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഏതാ പ്രോപ്പർട്ടി? കണ്ടോ, അപ്പോൾ ഈ d⁻n/dx⁻n ഇതെന്താ? 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിന് മേളിലായിട്ട് അങ്ങ് എഴുതട്ടെ, എഫ് ഓഫ് എന്താണ്? ഡെറിവേറ്റീവ് ആണ്, d²/dx² ഓഫ് എഫ് ഓഫ് എക്സ് is equal to -IS ഹോൾ റേസ് ടു n എഫ് ഓഫ് എസ് അല്ലേ? അപ്പോൾ നോക്കിയേ, -IS ഹോൾ റേസ് ടു n, ഇവിടെ n എത്രയാ? 2 അല്ലേ? 2. ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, അതാണ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. അത് എത്രയാ? 1 ആണ്, ഇൻറ്റു 1. കണ്ടോ, ദാറ്റ് ഈസ് ഈക്വൽ ടു -I² s² ഇൻറ്റു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ വീണ്ടും മൈനസിനെ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവും, ഐനെ സ്ക്വയർ ചെയ്യുമ്പോൾ -1 ആവും, -s². കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് x² ആണ്. ഫൈൻഡ് ദി ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറയാം.
അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് സ്ക്വയറിന്റെ ഫുറിയർ ട്രാൻസ്ഫോമിനെയാണ് നമ്മൾ എഫ് ഓഫ് എസ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത് അല്ലേ. അതിന്റെ ഇപ്പുറത്ത് എന്ത് എഴുതിയാൽ മതി, -is ഹോൾ റൈസ് ടു n. ഇവിടെ n എത്രയാ, 1. കണ്ടോ, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഡെറിവേറ്റീവ് ഒന്നും എടുക്കാൻ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല, പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ക്ലിയർ ആയേ? ഇനി അടുത്ത പ്രോപ്പർട്ടി, നമ്മൾ ഇതിനെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. ഫുറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ടി പ്ലസ് എ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു -i⁻a ഇൻറ്റു എഫ് ഓഫ് ടി അല്ലേ. നമുക്ക് എഫ് ഓഫ് ടിയുടെ ഫുറിയർ ട്രാൻസ്ഫോം അറിയാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എഫ് ഓഫ് ടിയുടെ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുക. അത് ഫോർ എക്സാമ്പിൾ വെറുതെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്, എഫ് ഓഫ് ടിയുടെ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ് എന്ന് വിചാരിക്കുക, വെറുതെ സിമ്പിളായിട്ട് എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫുറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ടിയുടെ ഫുറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു, ഒന്നുകൂടെ അങ്ങനെ എഴുതാം. നമുക്ക് നമ്മൾ പറയുന്ന ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ കയ്യിൽ ഒരു എഫ് ഓഫ് ടി പ്ലസ് 2 ഉണ്ടെന്ന് വിചാരിക്കുക, t+2. ഈ എഫ് ഓഫ് ടിയുടെ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എഫ് ഓഫ് ടി പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു -i⁻. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 അല്ലേ, i⁻2. ഫുറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എത്രയാണ്, 6. കണ്ടോ, ഇങ്ങനെ എഴുതാം. കണ്ടോ, അതായത് സാധാരണ ഫുറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതിനോടൊപ്പം പ്ലസ് ഒരു ടേം കൂടി ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇ റേസ് ടു -i⁻a പുറത്തിട്ടുകൊണ്ട് സാധാരണ എങ്ങനെയാണോ ഫുറിയർ ട്രാൻസ്ഫോം എഴുതുന്നത് ആ ടേം മാത്രം അവിടെ അവശേഷിപ്പിച്ചാൽ മതിയാവും. മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി തിരിച്ച് മൈനസ് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. എഫ് ഓഫ് ടി -a വന്നു കഴിഞ്ഞാൽ ഇ റേസ് ടു പ്ലസ് മാറ്റിയിട്ട് അവിടെ മൈനസ് ആക്കുക, i⁻a. ശേഷം ഈ എഫ് ഓഫ് ടിയുടെ ഫുറിയർ ട്രാൻസ്ഫോം അങ്ങ് എഴുതിയാൽ മതി. കണ്ടോ, ഈ എഫ് ഓഫ് ടി എന്ന് വെച്ചാൽ ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന അർത്ഥം. കണ്ടോ, ഇനി അടുത്ത എന്താണെന്ന് അറിയോ, സ്കെയിലിംഗ് പ്രോപ്പർട്ടിയാണ്. എന്താണ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി? അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/a ഇൻറ്റു എഫ് ഓഫ് എസ് ബൈ എ ആണ്. എക്സാമ്പിൾ കാണിച്ചു തരാം, വെറുതെ ഒരു എക്സാമ്പിൾ. നമുക്ക് എഫ് ഓഫ് 5x² ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. നമുക്ക് ചിലപ്പോൾ ചോദ്യം തന്നിട്ടുണ്ടാവും എഫ് ഓഫ് x² ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ω³ ആണെന്ന് തന്നിട്ടുണ്ടാവും. നമ്മളോട് ചോദിക്കുകയാണ് എഫ് ഓഫ് 5x² ഫുറിയർ ട്രാൻസ്ഫോം എന്താണ്, ഇതാണ് ചോദ്യം. ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് 5x² ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും x² ഫുറിയർ ട്രാൻസ്ഫോം ω³ ആണ്. അപ്പോൾ എന്തുപയോഗിക്കണം, സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കണം. കാരണം എന്താ, എഫ് ഓഫ് എ എക്സ് എന്നാണ് തരുന്നതെങ്കിൽ 1/a ഇൻറ്റു എഫ് ഓഫ് എസ് ബൈ എ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/, ഇവിടെ എ എത്രയാണ്, 5 അല്ലേ, 5. ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് ബൈ എ, ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് x² എന്ന് പറഞ്ഞാൽ ω⁻³ ആണ്. ω³ ഡിവൈഡ് ബൈ 5. കണ്ടോ, ഇത്രയും ചെയ്താൽ മതി. കണ്ടോ, ആ എ കൊണ്ട് എഫ് ഓഫ് എസിനെ ഡിവൈഡ് ചെയ്യുക. കണ്ടോ, കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് പ്രോബ്ലം സെക്ഷൻ ചെയ്യാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ആ വലിയ ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, ഒരിക്കലും ഇല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? യെസ്, പ്രോപ്പർട്ടീസ് കഴിഞ്ഞിട്ടില്ല, അടുത്ത മോഡുലേറ്റിംഗ് തിയറാണ്. എന്താണ്, അപ്പോൾ സ്കെയിലിംഗ് പഠിച്ചു, ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്ന ഷിഫ്റ്റിംഗ് തിയറം ആദ്യം പഠിച്ചു, സ്കെയിലിംഗ് പഠിച്ചു, അതിനുശേഷം പറയാൻ പോകുന്നത് മോഡുലേറ്റിംഗ് തിയറത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ തിയറവും ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഇൻ്റഗ്രേഷനിലേക്ക് പോവാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഫുറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എ എക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/a ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് എ പ്ലസ് എഫ് ഓഫ് എസ് പ്ലസ് എ എന്ന് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ കോസ് ഉണ്ടോ എന്ന് വിചാരിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എഫ് ഓഫ് എക്സിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ എന്ന് ഇട്ട് കൊടുക്കുക. ക്ലിയർ ആയോ? നമുക്ക്
എഫ് ഓഫ് എക്സിന്റെ ഫുറിയർ ട്രാൻസ്ഫോം ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എസ് മൈനസ് എ എന്ന് കൊടുക്കുക. ഇവിടെ എസ് പ്ലസ് എ എന്ന് ഇട്ട് കൊടുക്കുക, പ്ലസ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. ഇതിനെയാണ് നമ്മൾ മോഡുലേറ്റിംഗ് തിയറം എന്ന് പറയുന്നത്. രണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ് താഴെ നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2π ആണ്. പല MCQ പരീക്ഷകളിലും ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന MCQ ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന ചോദ്യങ്ങൾ നമ്മൾ സ്ഥിരമായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ 5 പ്രോപ്പർട്ടീസാണ് പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത്. ആദ്യത്തെ കാര്യം ഡെറിവേറ്റീവിൻ്റെ കാര്യം, രണ്ടാമത്തെ 2, 3 എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റഡ് ആണ്. നാലാമത്തെ കാര്യം സ്കെയിലിംഗ് പ്രോപ്പർട്ടി, അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് തിയറം. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഡയറക്റ്റ് മോഡുലേറ്റിംഗ് തിയറം അനുസരിച്ച് ഫുറിയർ ട്രാൻസ്ഫോമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്കെയിലിംഗ് അനുസരിച്ചിട്ട് ഫുറിയർ ട്രാൻസ്ഫോമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുറിയർ ട്രാൻസ്ഫോമിലെ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഫുറിയർ സീരീസ് പഠിച്ചപ്പോഴും പറഞ്ഞ കാര്യം ഇതാണ്. വീഡിയോ സെക്ഷൻസ് വളരെ നന്നായിട്ട് കണ്ട 1, 2 ആവർത്തി കണ്ട് കറക്റ്റായിട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിച്ച ശേഷം മാത്രം MCQ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങുന്ന സെക്ഷനിലേക്ക് നിങ്ങൾ വരാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഫുറിയർ ട്രാൻസ്ഫോമും. ഫുറിയർ ട്രാൻസ്ഫോമിൻ്റെ ഈ പറയുന്ന ആദ്യത്തെ ഒരു ഡൊമൈനിൽ നിന്ന് മറ്റൊരു ഡൊമൈനിലേക്ക് മാറ്റുന്ന ഇക്വേഷൻസ് 3-4 ഇക്വേഷൻസുകളുണ്ട്. ആ ഇക്വേഷൻസ് മസ്റ്റായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം നന്നായിട്ട് പഠിക്കേണ്ടത്. മിക്കവാറും പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളാവും നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോക്സിലുള്ളത് പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസ്, ഷിഫ്റ്റിങ്, മോഡുലേറ്റിങ്, സ്കെയിലിങ്, ഒപ്പം ഡെറിവേറ്റീവിൻ്റെ കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. പഠിച്ച ശേഷം നമുക്ക് പ്രോബ്ലം സെക്ഷൻ ചെയ്യാം. അപ്പോൾ പ്രോബ്ലം സെക്ഷൻ കാണുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.